കടൽമണൽ ഖനനത്തിനെതിരെയുള്ള ഹർത്താൽ ഏതാണ്ട് 8 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളി നേതാവ് കൂടിയായിട്ടുള്ള പി ചിത്തരഞ്ജൻ നമ്മോടൊപ്പമുണ്ട്. എങ്ങനെയാണ് ഈ സമരത്തെ നമ്മൾ കാണുന്നത്? ഏതാണ്ട് കഴിഞ്ഞ 8 മണിക്കൂർ പിന്നിട്ടു സമരം. ഹർത്താൽ പൂർണ്ണമാണ്. തീരദേശ മേഖല പൂർണ്ണമായിട്ടും മത്സ്യബന്ധനയാനങ്ങളൊന്നും കടലിൽ ഇറങ്ങുന്നില്ല. എങ്ങനെയാണ് ഇനിയിപ്പം വരും ദിവസങ്ങളിൽ നമ്മുടെ സമരം? ഈ തീരത്തെ ജനത പ്രകടിപ്പിക്കുന്ന വികാരം ഉൾക്കൊള്ളുവാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇതൊരു രാഷ്ട്രീയ സമരമേ അല്ല, ഇതൊരു ജീവിത സമരമാണ്. സ്വന്തം അധ്വാനം അത് ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് കുടുംബത്തെ പോറ്റത്തിന് വേണ്ടി കടലിൽ പോയി ജോലിയെടുക്കുന്നവരാണ് ഈ തൊഴിലാളി. അവരുടെ തൊഴിലിടമാണ് ഇല്ലാതാകാൻ പോകുന്നത്, അവരുടെ ജീവിതമാണ് വഴിമുട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്കത് ആ തിരിച്ചറിവുള്ളത്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ തീരം ചലിക്കാതെ ഇന്നത്തെ ദിവസം നിൽക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിനോടുള്ള വലിയ പ്രതിഷേധത്വം അത് അവർ പ്രകടിപ്പിക്കുന്നു. ഇതിപ്പോൾ ഒരു സൂചനാ സമരം മാത്രമാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ ഈ സംയുക്തമായിട്ടുള്ളൊരു സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ അകത്തു നിന്ന് ചിലപ്പോൾ കോൺഗ്രസ് ചില സമരങ്ങളൊക്കെ ഒറ്റപ്പെട്ട സമരങ്ങൾ നടത്തി. അപ്പോൾ അത്തരം സമരങ്ങളെ ഈ സമരത്തിൻ്റെ ശക്തി കുറയ്ക്കത്തില്ലേ? അല്ല, ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഓരോ സംഘടനയും അവർക്ക് തനതായ പ്രക്ഷോഭണങ്ങൾ, സമരങ്ങൾ സംഘടിപ്പിക്കാം. എന്നാൽ യോജിച്ച് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി എന്നുള്ള നിലയിൽ അതിൻ്റെ പ്രവർത്തനവും മുന്നോട്ട് പോകണം. ആ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ കോൺഗ്രസിൻ്റെ നേതാവായ TN പ്രതാപൻ XMP ആണ്. അതിന് ജനറൽ കൺവീനർ CITUവിൻ്റെ പ്രവർത്തകനായ ഞാനാണ്. അപ്പോൾ ഇവിടെ എല്ലാ മത്സ്യത്തൊഴിലാളി സംഘടനകളെ യോജിപ്പിച്ചുകൊണ്ടുള്ള സമരമാണ് ഇന്ന് നടക്കുന്നത്. എന്നാൽ നാളെ രാവിലെയും മറ്റന്നാളുമായി രാജ്ഭവൻ്റെ മുമ്പിൽ രാപകൽ സത്യാഗ്രഹത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ, CITU, ഇതുപോലെ ഓരോ സംഘടനകളും തനതായി സമരം എടുക്കുന്നുണ്ട്. എന്നാൽ യോജിച്ച് ഞങ്ങൾ 12-ാം തീയതി പാർലമെൻറ്റിന് മുമ്പിലേക്ക് പോവുകയാണ്. അത് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ്. അപ്പോൾ യോജിക്കേണ്ടതിൽ ചോദിച്ചും ഒറ്റക്ക് നടത്തേണ്ട കാര്യങ്ങൾ അതിലെടുക്കുകയും, എന്നാൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ കോൺഗ്രസ് നടത്തിയിട്ടുള്ളൊരു നീക്കമുണ്ട്. അതാണ് കഴിഞ്ഞ 2 ദിവസക്കാലം അവർ നടത്തിയ പ്രസ്താവന. അത് തൊഴിലാളി തിരിച്ചറിയുന്നുണ്ട് എന്ത് താല്പര്യത്തിന് വേണ്ടിയാണെന്ന്. അപ്പോൾ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഈ വലിയ ജനകീയ പ്രശ്നത്തെ അവർ ദുരുപയോഗിച്ചരുതോ എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. എന്തായാലും ഇപ്പോൾ തീരദേശ മേഖല പൂർണ്ണമായിട്ട് നിശ്ചലമായിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾ ഇനിയിപ്പോൾ നമ്മുടെ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നിനിപ്പോൾ രാത്രി 24 മണിക്കൂർ ആണല്ലോ ഈ സമരം നമ്മൾ നടത്തുന്നത്. ഇന്ന് രാത്രി 12 മണി വരെയാണ്. ഇനിയിപ്പോൾ ഇന്ന് ഏതൊക്കെ കേന്ദ്രങ്ങളിലാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ സമ്മേളനങ്ങളും മറ്റും നടക്കുന്നത്? ഇന്ന് കേരളത്തിൻ്റെ തീരത്ത് 125 കേന്ദ്രങ്ങളിലാണ് പ്രകടനങ്ങളും സമ്മേളനങ്ങൾ നടക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ 13 കേന്ദ്രങ്ങളിലാണ് പ്രകടനങ്ങളും സമ്മേളനങ്ങൾ നടക്കുന്നത്. പണിമുടക്കിയ തൊഴിലാളി പ്രാദേശികമായി, കാരണം ദൂരെ പോയി സമരം ചെയ്യാനുള്ള ശേഷിയൊന്നുമില്ല. കാരണം വാഹനം പിടിക്കണമെങ്കിൽ കാശ് വേണം, ചിലവിന് പൈസ വേണം. അന്നുള്ള ജീവിതം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുമ്പോൾ അങ്ങനെയുള്ള ഒരു കേന്ദ്രീകരിച്ച ശക്തി കാണിക്കാൻ കഴിയില്ല. ആ ശക്തിയാണ് ഇന്ന് പ്രകടിപ്പിച്ചിട്ടുള്ളത്. തങ്ങളുടെ അധ്വാനം എന്ന് വെച്ചാൽ ഒരു ദിവസം പട്ടിണി വേണമെങ്കിൽ കിടക്കാൻ തയ്യാറായിക്കൊണ്ടുള്ള ജനാധിപത്യപരമായ സമരരീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ അത് എത്ര കാലം അങ്ങനെ ജനാധിപത്യപരമായി ഈ പട്ടിണി കിടന്നുകൊണ്ട് പോകുമെന്ന് പറയാനൊക്കില്ല. പിന്നീട് ഒന്നെങ്കിൽ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കടപ്പുറത്തുണ്ടാക്കാതിരിക്കാൻ, തീരത്തുണ്ടാകാതിരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റാണ് ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ശക്തമായൊരു സമരവുമായിട്ടാണ് മത്സ്യത്തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ വിശേഷിപ്പിക്കാം. തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട്, ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ട് മത്സ്യത്തൊഴിലാളികൾ പൂർണ്ണമായിട്ടും തീരദേശ മേഖല നിശ്ചലമാക്കിയിരിക്കുകയാണ്. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. വരും ദിവസങ്ങളിൽ ശക്തമായ സമര പരിപാടികളുമായി മുൻപോട്ട് പോകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതാവ് കൂടിയായിട്ടുള്ള പി ചിത്തരഞ്ജൻ പറഞ്ഞത്.